അത്യധികം സന്തോഷപൂർവ്വവും അതോടൊപ്പം തന്നെ അഭിമാനകരവുമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ശിശുക്ഷേമ സമിതിയിലേക്ക് വന്നു ചേർന്ന 18 പെൺകുട്ടികൾക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങാണ് ഇവിടെ നടന്നത്. എന്നോടൊപ്പം ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി GL അരുൺഗോപി ചേരുന്നു. കഴിഞ്ഞ 26 മാസക്കാലയളവിലെ വിവിധ പ്രവർത്തനങ്ങൾ ഓരോ പ്രവർത്തനം കഴിയും തോറും ഇതാണ് അഭിമാനകരമെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആദ്യഘട്ടത്തിൽ മുഴുവൻ കുട്ടികൾക്കും കൊലുസ്, പെൺകുട്ടികളുടെ ഒരു വലിയ ആഗ്രഹമാണ് കൊലുസ് എന്നുള്ളത്. കൊലുസും കുഞ്ഞുമക്കൾക്ക് തളയടക്കം മുഴുവൻ കുട്ടികൾക്കും നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ അഭിമാനകരമായ നിമിഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയി. ഇപ്പോൾ വരുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊലുസും തളയും കൊടുക്കുന്നൊരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. വലിയ സുമനസ്സുകളുടെ വലിയ സഹായവും സഹകരണവും കാര്യത്തിൽ ലഭ്യമാകും. ഇന്നത്തെ ദിവസത്തെ രാവിലെ ആരംഭിക്കുന്നത് തന്നെ 3 കുഞ്ഞുങ്ങളാണ് ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പുതിയ വീടുകളിലേക്ക് പോകുന്നത്. 7 മാസം പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞും കൂടി, 3 കുഞ്ഞുങ്ങൾ ഇന്നിപ്പോൾ അഡോപ്ഷൻ പൂർത്തിയാക്കി ഇന്നിപ്പോൾ വീടുകളിലേക്ക് പോവുകയാണ് രാവിലെ നടന്ന്. അതിനുശേഷം 3 കുഞ്ഞുങ്ങളുടെ ചോറൂണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നു. അതിനുശേഷമാണ് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 18 കുട്ടികളുടെ കാതുകുത്തൽ ചടങ്ങ് നടന്നത്. പ്രിയപ്പെട്ട CWC ചെയർപേഴ്സൺ പറഞ്ഞത് കാതുകുത്തൽ കല്യാണം എന്നുള്ളതാണ്. അപ്പോൾ കാതുകുത്തൽ ചടങ്ങ് ഏറെ 26 മാസത്തെ ഞങ്ങളുടെ എല്ലാം വലിയ ആഗ്രഹമാണ്. ഞങ്ങൾ പലരെയും ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഗോൾഡ് മർച്ചൻറ്റ്സ് ആൻഡ് സിൽവർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കാതുകുത്തൽ നടത്തിയത്. എന്തായാലും ഞങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴും മറ്റൊരു കുറവും അവർക്കില്ല എന്നുള്ളതാണ്. നിലവിലാകെ ഉണ്ടായിരുന്ന അവരുടെ ആഗ്രഹം കാതുകുത്തലായിരുന്നു. കുട്ടികൾ നമ്മൾ രസകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ചില കുട്ടികൾ കരയുന്നുണ്ട്, ചില കുട്ടികൾ സന്തോഷിക്കുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ അല്ലേ അല്ല, അവർക്ക് വലിയ ആഗ്രഹമാണ്. ഒന്ന്, ഈ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മറ്റു കുട്ടികൾ കൊലുസിടുന്നതും കാതിൽ കമ്മലുള്ളതും ഒക്കെ വലിയ ആഗ്രഹമാണ്. പലപ്പോഴും എന്നോട് അവർ സ്നേഹത്തോടു കൂടി പറയുന്നത് എപ്പോൾ കാതുകുത്തി തരും, എനിക്ക് ഇതില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്നിപ്പോൾ അവരുടെ ആഗ്രഹം സഫലമായി. അവരുടെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സംതൃപ്തി നൽകുന്നത്. തീർച്ചയായും വലിയ കരുതലും പരിചരണവും ഒക്കെ വേണ്ട ഇടം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓരോ കുട്ടികളെയും ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് സന്തോഷത്തോടു കൂടി അവർക്ക് ആവശ്യമായ പരിചരണമൊക്കെ നൽകുന്നത് എങ്ങനെയാണ്? തീർച്ചയായും കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെയാണ് കാത്തിരിക്കുന്നത്. ആ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ തന്നെ പല വിവാദങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണ്. പക്ഷേ അതിനൊന്നും ഞങ്ങൾ കണക്ക് കൂട്ടാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ചുമതലയേൽക്കുന്ന സമയത്ത് ആകെ 69 കുട്ടികളാണ്. സംസ്ഥാനത്ത് ആകെ 124 കുട്ടികളായിരുന്നു. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് മാത്രം 149 കുട്ടികളാണ്. സംസ്ഥാനത്ത് ആകെയാണെങ്കിൽ 369 കുട്ടികളുടെ പരിചരണം സമിതി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 369 കുട്ടികളുടെ പരിചരണം ഏറ്റെടുത്തു എന്ന് പറയുമ്പോഴും ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 175 കുട്ടികളെ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അഡോപ്ഷൻ പ്രവർത്തനത്തിലൂടെ, മറ്റു ഫോസ്റ്റർ കെയർ പ്രവർത്തനത്തിലൂടെ ഏകദേശം 10-20ഓളം കുട്ടികളെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ സമാന്തരമായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു, മെച്ചപ്പെട്ട സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നു. മറ്റ് പല കാര്യങ്ങളും എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ പല കാര്യങ്ങളിലും ആ രൂപത്തിലുള്ള നേട്ടം ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്
സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഒരു കാതുകുത്ത് കല്യാണം ആഘോഷിച്ച ഒരു നിർവൃതിയിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയുടെയൊക്കെ ഒരുപാടൊരു ഉദ്യമം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അദ്ദേഹം എടുക്കുന്ന കുറേ എഫേർട്സ് ഉണ്ട്. അതിനൊക്കെയും വില വരുന്നു എന്നുള്ളത് ഓരോന്നും നോക്കിക്കാണുമ്പോഴുള്ള ഒരു ആനന്ദമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് പാരൻസ് ഉള്ളവരാകാം ഇല്ലാത്തവരാകാം, പക്ഷേ അവർക്കും വേണം ഒരു കുഞ്ഞു കമ്മൽ, അവർക്കും വേണം ഒരു ഗ്രാം അല്ലെങ്കിൽ 1/2 ഗ്രാമെങ്കിലും സ്വർണ്ണം. അത് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ CWC ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ മക്കൾക്ക് ഇത്രയും പേർക്കും കമ്മൽ കിട്ടി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. വിവാദത്തിൻ്റെ പേരിലാണ് കൂടുതലും ഈ അടുത്ത കാലത്തുടനീളം കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി കടന്നുപോയത്. തീർച്ചയായും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CWCയിൽ തിരുവനന്തപുരം ജില്ലയിൽ 61 ഹോമുകളാണുള്ളത്. ഈ 61 ഹോമുകളിലും ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ ഹോമിലും ഓരോ കുട്ടികൾക്കും ഓരോന്ന് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം. അപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ ഈ വിവാദം ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണം. ഇത്രയും 149 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ 1-2 കുട്ടികൾക്ക് വെച്ച് ഒരമ്മ അത്രയും കരുതലോട് കൂടി നോക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ എന്താ ആളുകൾ പറയില്ലേ, നടക്കുമ്പോൾ മാത്രമേ കാലുകൾ തട്ടുന്നുള്ളൂ ഇല്ലേ, വെറുതെ ഇരുന്നാൽ ഒന്നും പ്രശ്നമില്ല. അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതുകൊണ്ട് വിവാദങ്ങളെ കാര്യമാക്കാതെ ഇവർക്ക് സജ്ജമായിട്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തൽ കല്യാണം നിർവഹിച്ചതിലൂടെ അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷത്തിനു കൂടിയാണ് ശിശുക്ഷേമ സമിതിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.